ദിവസങ്ങൾ ഒരുമിച്ച് ചെലവഴിച്ചിട്ടുണ്ട്, ഒരുപാട് സമയം സംസാരിച്ചിട്ടുണ്ട്, റിലീസിന് മുമ്പും റിലീസിന് ശേഷവും. പക്ഷെ അദ്ദേഹം നമ്മളെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്ത് പുള്ളിയുടെ നാട്ടിലുള്ളതും ദുബായിലുള്ള കഥകളൊക്കെ പറഞ്ഞ്, കോമഡി കഥകൾ പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിക്കാൻ നോക്കി അദ്ദേഹം. പക്ഷേ ഇന്ന് ഫ്രാങ്ക്ലി തോമസ് ഞാൻ പറയുകയാണ്, ഒരാശ്വാസം ഒന്നും കിട്ടിയില്ലായിരുന്നു കേട്ടോ. ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ തോമസ് ചേട്ടന് വിഷമാകലെന്ന് ഓർത്ത് ദാസൻ അതുപോലെ തന്നെ ആയിരിക്കും, ഞങ്ങളങ്ങ് ചിരിച്ചു കൊടുത്തു. വീണ്ടും ഈ സന്തോഷ വേളയിൽ നമുക്ക് നമ്മുടെ മൂന്നുപേരുടെയും സ്വകാര്യതയിൽ ആ കോമഡികളൊക്കെ ഒന്നുകൂടെ കേൾക്കണം, എന്നിട്ട് അതൊന്ന് ആസ്വദിക്കണം. എൻ്റെ സുഹൃത്ത് നിഖിൽ മേനോൻ സിംഗർ, അദ്ദേഹം ഇന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ആ സമയം നിനക്ക് ഓർമ്മയുണ്ടോ എന്തുമാത്രം വിഷമിച്ചായിരുന്നത്, അപ്പോൾ ഓർത്തായിരുന്നു ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാകുമെന്ന്. അടുത്തിടെ ദാസന്റെ ഒരു, ഞാൻ ദാസൻ എന്ന് പറഞ്ഞ കൃഷ്ണദാസനെയാണ് ഡയറക്ടറായിട്ട്, ദാസന്റെ ഒരു ഇന്റർവ്യൂ കണ്ടു സിനിമ പ്രാന്തലില്. ഭയങ്കര ലക്കി ആയിട്ടുള്ള ഒരാളാണ് ദാസൻ. കാരണം അവൻ പറഞ്ഞ, ലക്കിയെന്ന് ഞാൻ പറയുവാണ്, അവൻ പറഞ്ഞൊരു സാധനം ഞാൻ പറയാം. അതായത് ആദ്യത്തെ പടത്തിൽ തന്നെ പടം ഫ്ലോപ്പായാൽ ആൾക്കാരുടെ അപ്രോച്ച് എന്താണ്, ഹിറ്റായാൽ എന്താണെന്നുള്ളത് അവൻ മനസ്സിലാക്കി ഒറ്റപ്പടത്തിൽ നിന്ന്. ഇത് രണ്ടും കിട്ടിയവൻ ആ പടത്തില്. ഭരതനാട്യം ഫ്ലോപ്പായി, പക്ഷെ പിന്നെ അതൊരു ബ്ലോക്ക് ബസ്റ്ററായി. അപ്പം ഈ അവനെ ഇങ്ങനെ ഡിസ്റ്റൻസ് വെച്ചുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ ഇപ്പം വന്ന് കെട്ടിപ്പിടിക്കുകയാണ്, ആ ഒരു അവസ്ഥയിലേക്ക് എത്തി. എനിക്ക് ആക്ച്വലി ഒറ്റപ്പടത്തിൽ ഇത് കിട്ടിയിട്ടില്ല കേട്ടോ. ഐ മീൻ ഒരു ഒറ്റപ്പടം എക്സാമ്പിൾ എനിക്ക് പറയാൻ പറ്റില്ല. പടം ഓടാത്ത പടം ഓടിയിട്ടില്ല, ഓടിയ പടം ഓടി. പക്ഷെ ഇവന് ഭയങ്കര ലക്കിയാണ്. ഭരതനാട്യം എന്ന് പറഞ്ഞ ഒരു സിനിമ ചെയ്തിട്ട് 2 സാധനങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. അതുകൊണ്ട് ഇവനൊരു മികച്ച സംവിധായകനാകും എന്നുള്ളതിൽ ഒരു സംശയമില്ല. എന്നുവെച്ചാൽ സിനിമകൾ കണ്ടല്ലോ, ആ രീതിയിൽ ഇവൻ മികച്ച സംവിധായകനായിരിക്കും. പക്ഷേ ഇൻഡസ്ട്രിയിൽ എങ്ങനെ സർവൈവ് ചെയ്യണമെന്നുള്ളത് അവനിപ്പോൾ മനസ്സിലായി കാണും. ഞാനൊക്കെ ഒരു 3-4 വർഷം സിനിമയിൽ വന്നതിന് ശേഷമാണ് ഞാൻ ആ കാര്യങ്ങളൊക്കെ പഠിച്ചത്. പക്ഷേ ഇവന് ഉടനെ തന്നെ പഠിക്കാൻ പറ്റി. ഒരുപാട് നന്ദി. ഇവിടെ വന്ന ആൾക്കാർക്കും, നമ്മുടെ പടം കണ്ട ആൾക്കാർക്കും, ഇനി നമ്മുടെ പടം കാണാൻ വേണ്ടി പോകുന്ന ആൾക്കാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ ഒരുപാട് നേരം എല്ലാവരും വന്നിട്ട് ഞാൻ അതുകൊണ്ട് കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. നന്ദി മാത്രം ആണുള്ളത്. ഹൃദയത്തിൻ്റെ ആഴത്തിൽ എന്ന് പറയുന്ന നന്ദിയാണ്. ഒരുപാട് എക്സൈറ്റ്മെന്റ് ഉണ്ട്. എനിക്ക് ആക്ച്വലി പറഞ്ഞാൽ എക്സൈറ്റ്മെന്റ് കാണിക്കാനൊരു പേടിയാണ്. ഇപ്പം ഇത് കാണിച്ചാൽ പിന്നെ ഇത് കണ്ണു കിട്ടുമോ അങ്ങനെയൊക്കെ പറയില്ലേ, അപ്പൊ ആ ഒരു പേടിയാണ്. എനിക്ക് സെലിബ്രേറ്റ് ചെയ്യണമെന്നുണ്ട്. ഭരതനാട്യം എന്ന് പറഞ്ഞ സിനിമ ഇത്ര വലിയ ബ്ലോക്ക് ബസ്റ്ററാണ്. 100 മില്യൺ സ്ട്രീമിംഗ് മിനിറ്റ്സ്. എനിക്ക് തോന്നുന്നില്ല ഒരു മലയാളം പടവും പേപ്പർ വ്യൂവിൽ കൊടുത്തിട്ട് ഇത്രയും സ്ട്രീമിംഗ് മിനിറ്റ്സ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. അത് ഇനി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആമസോൺ പ്രൈം വീഡിയോയിലുണ്ട്, മനോരമ മാക്സിലുണ്ട്, നമ്മുടെ സിംപ്ലി സൗത്തിലുണ്ട്. 3 പ്ലാറ്റ്ഫോംസിലാണിത് തോമസ് ചേട്ടൻ ഒന്നിച്ച് കൊടുത്തത്. ഗ്രേറ്റ്നെസ്. അത് ആ ഒരു ബുദ്ധി അദ്ദേഹത്തിന്റെ. 1 മാസത്തിനുള്ളിൽ ഓഗസ്റ്റ് 30 റിലീസായി തോമസ് ചേട്ടൻ മനസ്സിലായി ഈ പരിപാടി തിയേറ്ററിൽ വർക്കൗട്ട് ആകുന്നില്ല. ഒട്ടനെ തന്നെ സെപ്റ്റംബർ 27 കൊടുത്തു കഴിഞ്ഞു. എന്നുവെച്ചാൽ ആ ഒരു ഓളം, കണ്ട ആൾക്കാർ നല്ല റിവ്യൂസ് പറഞ്ഞത്, ആ ഒരു ഓളത്തിൽ തന്നെ ഞാൻ കൊടുത്തു. ചിലപ്പോൾ 2 മാസം കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ചിലപ്പം നടക്കില്ല. വേണമെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യായിരുന്നു. ഓക്കെ, ഏതെങ്കിലും ഒരു ബിസിനസ് ഏതെങ്കിലും ഒരു OTT പ്ലാറ്റ്ഫോമിൽ നടക്കുമെന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ആ എന്താണ് ബുദ്ധി ഉണ്ടായിരുന്നു, ഫ്യൂച്ചറിസ്റ്റിക് കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതുകൊണ്ട് സെപ്റ്റംബർ 27 തന്നെ വന്നു. ആ ഒരു ഓളം ഇപ്പോഴും ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാ ദിവസവും ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് ആയിട്ടുള്ള ഗ്രാഫിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആമസോൺ പ്രൈം വീഡിയോ പിന്നെ ബാക്കി മനോരമ മാക്സ് ഒക്കെ നമുക്ക് അയച്ചു തരാറുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ, ഞാൻ ഇപ്രാവശ്യം പ്രൊഡ്യൂസറും കൂടെ ആയതുകൊണ്ട് എനിക്ക് ആദ്യമായിട്ട് അത് കിട്ടി തുടങ്ങി. അവിടെ ആണ് മനസ്സിലാകുന്നത് നമ്മുടെ ഗ്രാഫ് എങ്ങനെ പോയെന്ന്. ആക്ച്വലി ആ സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്രസെൻറ്റേഷൻ കണ്ടാൽ അതിൻ്റെ അകത്തൊരു 2% പോട്ടെ 1% ആൾക്കാർ തിയേറ്ററിൽ കണ്ടിരുന്നെങ്കിൽ ശരിക്കും ഞാനും തോമസ് ചേട്ടനൊക്കെ കോടീശ്വരന്മാരായനെ. പക്ഷെ എനിക്ക് തോന്നുന്നത് ദൈവം ചിലപ്പം വിചാരിച്ചിരിക്കുന്നത്, അല്ല ഇപ്പം ആയിട്ടില്ല, ഇപ്പം നിങ്ങൾ തൽക്കാലം 1000-ൽ കളിച്ചാൽ മതി, കോടികളൊക്കെ കുറച്ച് ദൂരെയാണ്, പക്ഷെ ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഒരു പക്ഷേ ഭരതനാട്യത്തിന്റെ ഒരു സക്സസ് ഇപ്പൊ OTT-ൽ കിട്ടിയ ഫിനാൻഷ്യലി ചിലപ്പം ഞങ്ങൾക്ക് തിയേറ്ററിൽ റണ്ണായിരുന്നെങ്കിൽ എത്രമാത്രം നമുക്ക് കിട്ടുമായിരുന്നു, അത്രയും കിട്ടിയില്ലെങ്കിൽ പോലും ഇതിന്റെ ഒരു ഹാങ് ഓവറിൽ ഡെഫിനറ്റ്ലി എനിക്കും ആസ് പ്രൊഡ്യൂസർ തോമസ് ചേട്ടനും ആസ് റൈറ്റർ ഡയറക്ടർ കൃഷ്ണദാസനും ഇതിനകത്ത് അഭിനയിച്ച എല്ലാവർക്കും ഒരുപാട് ഗുണം ചെയ്യുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ സായി ചേട്ട നിങ്ങളാണ് നമ്മുടെ നെടുംതൂണ്. യു കെയിം ഇൻ ടു ദ പിക്ചർ. അവിടെ തുടങ്ങി
ഭരതനാട്യത്തിന്റെ സക്സസ്, ഭരതനാരായിട്ട് സായി ചേട്ടൻ വന്നപ്പോൾ തൊട്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ദിവ്യ നായരുടെ കാര്യമാണ്. ദിവ്യ അയ്യോ സമ്മതിച്ചു കൊടുക്കണം. എന്ന് വെച്ചാൽ ഇന്ന് 10:30 ഷൂട്ടിംഗ് ആണ്. ഞങ്ങൾ വിളിക്കുന്നത് രാവിലെ 9 മണിക്കെങ്ങാണ്ടാണ്, അതോ 8 മണിക്കോ. ഈ 2 മണിക്കൂറിനുള്ളിൽ വിളിച്ചാൽ ചിലപ്പോൾ ആരും സഹകരിക്കില്ല. വെച്ചാൽ ഇത്ര ലാസ്റ്റ് മിനിറ്റ്, അപ്പം ആരെങ്കിലും മാറിയിട്ടായിരിക്കും ഈ ലാസ്റ്റ് മിനിറ്റ് വിളിക്കുന്നത് എന്നുള്ളത് ഒബ്വിയസ് ആണ്. ബട്ട് വിത്തൗട്ട് എനി ഈഗോ ഷീ കെയിം. ദിവ്യ വന്നു, മനോഹരമായിട്ട് പെർഫോം ചെയ്തു. ഇന്നും എന്നോട് ആൾക്കാർ ചോദിക്കാറുണ്ട് എന്താണ് ഈ ആക്ട്രസിന്റെ പേര്, ഞെട്ടിച്ചു കളഞ്ഞെന്നാണ് പറയണത്. പിന്നെ എല്ലാവരുടെയും പേര് ഞാൻ എടുത്തു പറയുന്നില്ല. ഇവിടെ ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട്. ഇവിടെ എല്ലാവരും ഇരിപ്പുണ്ട്. അജു ഇതിൻ്റെ അകത്ത്, അജുവിന്റെ പേര് ഞാൻ എടുത്തു പറയാൻ കാരണം ഇതിൻ്റെ അകത്ത് അഭിനയിച്ചിരുന്നെങ്കിൽ ഞാൻ എടുത്തു പറയില്ലായിരുന്നു. പക്ഷെ ആസ് എ സിംഗർ അജു തെളിയിച്ചിരിക്കുകയാണ് അജുവിനൊരു സിംഗിങ്ങും പറ്റുമെന്ന്. അജു സാധാരണ ഞാൻ ഫംഗ്ഷൻസിലൊക്കെ കാണുമ്പോഴത്തേക്കും അദ്ദേഹം റൈറ്റർ, ഡയറക്ടർ, ആ ടീമിന്റെ കൂടെയൊക്കെ അല്ലെങ്കിൽ ആക്ടേഴ്സിന്റെ ടീമിന്റെ കൂടെ ഇരിക്കാറുള്ളത്. പക്ഷെ ഇതിൻ്റെ അകത്ത് വ്യത്യസ്തമായിട്ട് അദ്ദേഹം മനു മഞ്ജിത്ത് എന്ന് പറഞ്ഞ ലിറിസിസ്റ്റിന്റെ കൂടെയും സാമുൽ അബി എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടറിന്റെ കൂടെയാണ് ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ അവരൊരു ടീമാണ്. ചില ഹീസ് ദ സിംഗർ ഇൻ ദിസ് മൂവി. അപ്പം അങ്ങനെ ഒരു പുതിയൊരു സിംഗറിനെ നമുക്ക് ഈ സിനിമയിൽ കിട്ടി. അപ്പം എന്തായാലും ഒരുപാട് നന്ദി എല്ലാവരും കൂടെ വന്നതിലും. ഇനി ബാക്കി പാർവതി പറയും. കുറേ മെമൻറ്റോസ് വിതരണം ചെയ്യാനുണ്ട്. താങ്ക് യു അമ്മേ, അനു, താങ്ക് യു. സലു പ്രൊഡ്യൂസ് ചെയ്യുന്ന ആദ്യത്തെ പടത്തിലും ഞാനുണ്ട്. അപ്പോൾ ആ കാരിയറിൽ എനിക്കും ഒരു ചെറിയൊരു ഭാഗമൊക്കെ ആയിട്ടുണ്ട്. അതിലുപരി നമ്മൾ റിലീസ് ചെയ്യുന്നതിന് മുമ്പും ഞാൻ സജുവിനെ വിളിച്ചിരുന്നു, തോമസ് ഞാനുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോഴൊക്കെ ചില ആശങ്കകൾ ഇങ്ങനെ പരസ്പരം പറഞ്ഞിരുന്നു എന്നുള്ളത് ശരിയാണ്. റിലീസിങ്ങിന് ശേഷം ഒരു ദിവസം തോമസ് എന്നെ, ഞാൻ സജുവിനെ വിളിച്ച് സംസാരിച്ച് വെച്ചതിന് ശേഷം തോമസ് എന്നെ ദുബായിൽ വിളിച്ചിട്ട് ഞങ്ങളൊരു അരമണിക്കൂറോളം സംസാരിച്ചല്ലേ. സംസാരിച്ചതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. അപ്പോഴാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ OTT-യിൽ ഇങ്ങനെ കൊടുക്കാം, അതായിരിക്കും കുറച്ചുകൂടെ, ഞാൻ പറഞ്ഞു അതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. എനിവേ നമ്മുടെ ഭാഗ്യം എന്ന് പറയാം, ഇത്രയും ആൾക്കാർ കാണുകയും അത് ശരിക്കും പറഞ്ഞ പോലെ തിയേറ്ററിൽ കൂടിയായിരുന്നു ഇത്രയും പ്രേക്ഷകർ കണ്ടിരുന്നുവെങ്കിൽ ഇത് നോക്കിച്ച് വേറെ ആയിരുന്നു തന്നെ. പക്ഷേ നമുക്ക് അടുത്തത് കിടക്കല്ലേ, അപ്പോൾ അതിലേക്ക് നമുക്ക് പോകാം. അപ്പം ഇതിൽ ആരെയും ഞാൻ എന്താ പറയുന്നത്, ഈ ഷൂട്ടിങ് ഒരു എന്താ പറയാ, ഈ മൊബൈലിനകത്ത് കുത്തിയിരുന്ന് നോക്കിയിരിക്കുന്ന ഒരു ശീലം ഈ ഷൂട്ടിംഗ് സ്ഥലത്തൊക്കെ കണ്ടില്ല. എല്ലാവരുമായിട്ട് പരസ്പരം സംസാരിക്കുകയും, അതായത് ഞാനൊക്കെ സിനിമയിൽ വന്ന സമയത്ത് കണ്ടൊരു അനുഭവമായിരുന്നു. ഒരു കൂട്ടായ്മ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക, അതിനെപ്പറ്റി സംസാരിക്കുക, അതിനെ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ചെറിയൊരു വീട്, അവിടുന്ന് എങ്ങോട്ടും ആർക്കും എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരു സ്ഥലവും. അപ്പം അതൊക്കെയാണ് ഇതിന്റെ ഒരു വിജയത്തിന്റെ പ്രധാന കാരണം. സത്യം പറഞ്ഞാൽ ഷൂട്ടിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ ഒരു വിഷമമായിരുന്നു. ഞാൻ ദാസന്റെ പറഞ്ഞു പോകാനായിട്ട് ഒരു വിഷമം തോന്നുന്നുണ്ട്, പക്ഷെ പോയാലും നിർത്തിയുള്ളൂ. അപ്പൊ അങ്ങനെ പോയൊരു പടമായിരുന്നു. ഒരുപാട് പ്രതീക്ഷയായിരുന്നു തിയേറ്ററിൽ എനിക്ക്. പക്ഷേ തോമസ് പറഞ്ഞ പോലെ നമ്മുടെ ആ സമയം റിലീസ് ചെയ്ത സാഹചര്യങ്ങൾ അത് നമ്മൾ മനസ്സിലാക്കിയെങ്കിലും ഓഡിയൻസ് അതേപോലെ അല്ല മനസ്സിലാക്കിയത്. ഒരു സംഭവത്തിലേക്ക് വന്നിരുന്ന് സംസാരിക്കാൻ പറ്റിയില്ലേ. ഇതിൽ അഭിനയിച്ച ഓരോരുത്തരും, ഇതിന്റെ ടെക്നീഷ്യന്മാർ ഓരോരുത്തരും വളരെ ഗംഭീരമായി തന്നെ, നല്ല ആത്മാർത്ഥമായി കൂടി തന്നെയാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. അത് 2 ഇരട്ടകളിരിക്കുന്നു. അവര് ഞാൻ വിചാരിച്ചു, ആദ്യം കണ്ടപ്പം ഞാൻ ആ ഒരു കൊപ്പറ ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് കയറി വരുന്നത്. ഇതിൽ ഏതാണ് കയറി വന്നത്? കയറി വന്ന് ഞാൻ പറയുമ്പോ ആരാ കൂടെ വന്നത് ചോദിക്കും, ആരാ പറഞ്ഞത്? ആരെ നിനക്ക് ഇവിടെ നിന്ന് പറഞ്ഞു, ഓ ഇവിടെ നിന്ന് എന്തൊന്നും കിട്ടില്ലെന്ന് ഡിപ്രഷൻ അടിക്കുന്നു. അങ്ങനെ പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് ഞാൻ വിചാരിച്ചേ ആദ്യം ഒരു 15 ക്ലാസ് വിളിച്ചെന്തോ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് റൂട്ട് ക്ലിയർ ആയിരുന്നു. അത് കഴിഞ്ഞ് പോയി പിന്നെ രസകരമായിരുന്നു. നല്ലൊരു കുറച്ച് ദിവസങ്ങൾ. സാമ്പത്തികം മാത്രമല്ല കേട്ടോ, അല്ലാതെ മാനസികമായി കിട്ടുന്ന ഒരു കലാകാരന്മാരെന്ന നിലയിൽ, ഒരു കലാകാരൻ എന്ന നിലയിൽ, ആർട്ടിസ്റ്റ് എന്ന് ഞാൻ പറയില്ല, ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ ഞങ്ങൾ മറ്റേ നാടകത്തിലൊക്കെ അഭിനയിക്കുമ്പോഴായിരുന്നു ഇതേപോലുള്ളൊരു സ്നേഹവും ചില പിണക്കങ്ങളും
എന്തൊക്കെയുണ്ടെങ്കിലും ഫസ്റ്റ് ബെല്ല് കൊടുത്തു കഴിയുമ്പോൾ എല്ലാ പിണക്കങ്ങളും മാറും. നാടകത്തിന് ഫസ്റ്റ് ബെല്ല് കൊടുക്കുന്നവരെയുള്ള പിണക്കങ്ങൾ. അത് കഴിഞ്ഞാൽ ഫസ്റ്റ് ബെല്ല് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ പിണക്കങ്ങളും മാറും. ഒന്നിച്ച് തന്നെയാണ് യാത്ര. ആ യാത്ര കൂടെ ആരംഭിച്ച് ഇപ്പോൾ ഈ ഭരതനാട്യം എന്ന് പറയുന്ന ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനിൽ ഇവിടെ വന്ന് നിൽക്കുന്ന ഈ അവസരത്തിൽ റിസൾട്ട് വന്നത് OTT വന്നതിന് ശേഷമായിരുന്നു. OTT വന്നിട്ട് എന്താ സംഭവിച്ചിട്ടുള്ളതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് എന്താ പറയാ, അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മൾ കേൾക്കാറുള്ള പോലെ സിനിമ നല്ലതാണെന്നുണ്ടെങ്കിൽ ആൾക്കാരെ നമ്മൾ കൈവിടൂല എന്നുള്ളത്. അത് തിയേറ്റർ തന്നെ ആവുന്നില്ല. ഏത് വിധമായും OTT എങ്കിലും വന്നുകൊണ്ട് തോമസേട്ടന് കുറച്ചെങ്കിലും വന്നു. അല്ലെങ്കിൽ TV പണ്ട് കാലങ്ങളുണ്ടെങ്കിൽ OTT ഇല്ലാത്ത കാലം TV മാത്രം ഓഡിയൻസ് കാണുള്ളൂ. ഇവരുടെ കയ്യിലോട്ടൊന്നും വരില്ല. അത് ഇങ്ങനെയും ഒന്നുമില്ല പുറത്ത്. അപ്പൊ അതൊക്കെ സന്തോഷമുണ്ട്. പിന്നെ എന്താ പറയാ, ഫസ്റ്റ് സിനിമയിൽ തന്നെ ഒരു സക്സസ് ആകാൻ പറ്റി എന്ന് പറയുന്നത് അത് നമ്മൾ വളരെ ജെന്യൂനായിട്ട് നടത്തുന്നതാട്ടോ. അല്ലാതെ ജെന്യൂനായിട്ട് നടത്തുന്നതാണ്. കാരണം അതല്ലാതെ നമുക്ക് അപ്പോഴേ തിയേറ്ററിൽ തന്നെ ഒരു കേക്ക് കട്ട് ചെയ്ത പരിപാടികളോടെ അവസാനിപ്പിക്കാറുണ്ട്. പക്ഷെ അതിനൊന്നും ഒന്നുമില്ല. നമ്മൾ എവിടെയും പറ്റിക്കാറൊന്നുമില്ല. ഇതെല്ലാം ജനങ്ങൾ കാണുന്നത് തന്നെയാണ്. അപ്പോൾ തിയേറ്ററിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് ജനങ്ങൾ കണ്ടിട്ടുള്ളതാണ്. OTT എന്ത് സംഭവിച്ചു എന്നുള്ളതും ജനങ്ങൾ കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്പൊ ധൈര്യമായിട്ട് ഈ പരിപാടി നടത്താം എന്നുള്ളത് നമുക്ക് തന്നെയാണ് തോന്നിയത്. അപ്പോൾ ആദ്യ സിനിമയിൽ തന്നെ ഇങ്ങനെ ഒരു പരിപാടി നമുക്ക് വയ്ക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷമുണ്ട്. പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത് തോമസേട്ടൻ സൈജന്റെ കാര്യമാണ്. കാരണം എന്റെ തന്നെ സുഹൃത്തുക്കൾ ഒരുപാട് സിനിമ ഫസ്റ്റ് സിനിമ ചെയ്തു നിൽക്കുന്നവരും ചെയ്യാനായിട്ട് നിൽക്കുന്നവരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു പ്രോപ്പർ പ്രൊഡക്ഷൻ കിട്ടുക, നമ്മൾ അങ്ങനെ ലോഞ്ച് ആവുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു കാര്യമാണ് അങ്ങനെ കിട്ടുക എന്നുള്ളത്. എനിക്ക് തോമസേട്ടനായിട്ട് ഞാൻ കൈ കൊടുത്ത പിറ്റേന്ന് ഞാനൊരു ദിവസം രാത്രിയാണ് സൈജേട്ടന്റെ ഓഫീസിൽ വെച്ചിട്ട് തോമസേട്ടനെ കാണുന്നത്. അപ്പോഴാണ് സൈജേട്ടൻ പ്രൊഡക്ഷൻ ഉണ്ടെന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡേ മോർണിംഗ്, അല്ലെങ്കിൽ അന്ന് രാത്രി ഉറങ്ങിയിട്ടില്ല. ഞാൻ നേരം പൊളിക്കാൻ കാത്തുമ്പോഴേക്കും നമ്മൾ പ്രീയുടെ വർക്കുകൾ വന്നിരുന്നു. അവിടെ തുടങ്ങി ഒരു ഗ്യാപ്പ് എവിടെയില്ല. 8-ാം മാസം, അത് കറക്റ്റ് 8-ാം മാസം സിനിമ റിലീസാകുന്നു. നമ്മുടെ റിലീസായി പടം തിയേറ്ററിൽ വർക്കൗട്ട് ആവുന്നില്ല, വീണുകൊണ്ടിരിക്കുകയാണെന്ന് കണ്ടപ്പോൾ അടുത്ത സ്റ്റെപ്പ് വെച്ചു പുള്ളി. ഇതൊക്കെ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്കറിയാം. സിനിമയുടെ പിന്നാലെ നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊരു വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ഒരു നല്ലൊരു പ്രൊഡക്ഷൻ എത്തിപ്പെടാനും ഷൂട്ട് ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ആവുക, പിന്നെ അടുത്ത കൊല്ലം ഷൂട്ട് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഷൂട്ട് കഴിഞ്ഞ പടം റിലീസ് ആവാതിരിക്കുക, റിലീസായ പടം OTT വരാതിരിക്കുക, ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് ചുറ്റും നമ്മുടെ സർക്കിളിൽ നടക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. എനിക്ക് അവിടെ ഒരു സ്ട്രഗിൾ ചെയ്യേണ്ട വന്നില്ല. സ്ട്രഗിൾ ഉണ്ടായിരുന്നു ഇവരെ കണ്ടെത്തുന്നത് വരെ, അതെത്തുന്നത് വരെ ഉണ്ടായിരുന്നു. ഇവരെ കണ്ടതിന് ശേഷം എനിക്ക് എവിടെയും സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടില്ല. അവരൊക്കെ അവരെ സ്ട്രഗിൾ ചെയ്തിട്ടുള്ളത് അറിയാം. എനിക്ക് ഇവരൊക്കെ എങ്ങനെയാണ് ഇത് കച്ചവടമാക്കാൻ നടന്നിട്ടുള്ളത് എനിക്ക് ഞങ്ങൾ മുഴുവൻ തമ്മിലുള്ള സംഭാഷണം എന്ന് പറഞ്ഞില്ല. അതിലെനിക്ക് വ്യക്തമായിട്ട് അറിയാം സൈജേട്ടൻ തോമസേട്ടനൊക്കെ എങ്ങനെ ഇതിനു വേണ്ടിയിട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളത്. നന്ദി. എല്ലാവർക്കും നമസ്കാരം. വളരെയേറെ ആരാധിക്കുന്ന, മനസ്സുകൊണ്ട് ഒരു തുല്യനായി കാണുന്ന സായികുമാർ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് പാട്ട് പാടിയതിന് ഒരു മൊമെൻറ്റോ കിട്ടിയത് ഞാൻ അല്ലാത്തതിനായിട്ടും കൂടെ എടുക്കുന്നു. അതൊരു വലിയ ബ്ലെസ്സിങ് ആയിട്ട് തന്നെ ഞാൻ കാണുന്നു. ഇപ്പം കൃഷ്ണദാസ് പറഞ്ഞ വളരെ കറക്റ്റാണ്. ഈ 2K കിഡ്സിന് ഈ ലെജൻസിനെയൊക്കെ ഞാൻ ഒരിക്കൽ ഓൺലൈനിൽ കണ്ട് ചിരിച്ചു മറിഞ്ഞൊരു കമൻറ്റുണ്ട്. ലാലേട്ടൻ ഏറ്റവും വലിയ നല്ല പടം രാവണപ്രഭുവാണ്. ഞാനത് കണ്ട് ചിരിച്ചിട്ട്, അത് മോശം പറഞ്ഞല്ല രാവണപ്രഭുവിനെ, ബട്ട് കുറേ പേർക്ക് അറിയില്ല എന്താണ് ഇപ്പോഴത്തെ ഈ ലെജൻഡറി വർക്ക്സ് അല്ലെങ്കിൽ ലെജൻസ് ഒക്കെ ചെയ്തു വെച്ചേക്കുന്നത്. അപ്പോൾ ഏതായാലും അതിൻ്റെ ഒരു പേഴ്സണൽ മൊമെൻ്റായിട്ട് ഞാൻ കാണുന്നു. കമ്മിങ് ടു ഭരതനാട്യം, അതും നമുക്കറിയാം സിനിമ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടു. എനിക്കതിൽ ഏറ്റവും വലിയ പേഴ്സണൽ സന്തോഷം സജൻ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു സിനിമ. സജൻ്റെ ഒരു സ്വഭാവം വെച്ച് ഒരിക്കലും പ്രൊഡ്യൂസ് ചെയ്ത ആളായിട്ട് എനിക്ക് ഒരിക്കലും ഞാൻ ഊഹിച്ചില്ല. കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവത്തിൽ അങ്ങനത്തെ ഒരു ആംഗിൾ ഇല്ല, ഒരു ബിസിനസ്സുകാരനില്ല. പക്ഷെ ചെയ്യുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പിയായിരുന്നു. എപ്പോഴും നല്ലത് മാത്രം അറിഞ്ഞാൽ പോരല്ലോ, ആക്ടറായിട്ട് നിൽക്കുമ്പോൾ അസുഖം മാത്രം അറിഞ്ഞാൽ പോരല്ലോ. പക്ഷെ തോമസേൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആക്ച്വലി തോമസേൻ്റെ ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അത് ഒരു സേഫ് ബെറ്റാന്നുള്ളത് ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു. കൃഷ്ണദാസിനെ എനിക്ക് അറിയില്ല, ബാക്കിയൊന്നും എനിക്ക് ക്ലൂലെസ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നെ ഇതിൽ പാട്ട് പാടാൻ വിളിച്ചത്. അങ്ങനെ ഞാനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയി പാട്ട് പാടാൻ. നമുക്ക് അറിയാത്ത തൊഴിൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. കാര്യം ജഡ്ജ് ചെയ്യപ്പെടത്തില്ല. ഇപ്പം അഭിനയിക്കാൻ അറിയുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നാലും ഇപ്പം നമ്മളും നേരത്തെ പറഞ്ഞ പോലെ കലാകാരൻ, കലാരംഗത്ത് പ്രവർത്തിക്കുന്ന, അഭിനയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായി
മാറിയത് കൊണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ ക്രിറ്റിസിസം നമ്മൾ എടുക്കണം. പാട്ടിൽ ഇപ്പം ഞാൻ തെറ്റിച്ചാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ആരെയും കുറ്റം പറഞ്ഞാൽ പോടാന്നുള്ള ആറ്റിറ്റ്യൂഡ് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം പാട്ടുകൾ പാടുക എന്നുള്ളത് എനിക്ക് ഷാൻ റഹ്മാനുള്ളൊരു പ്രതികാരമാണ്, ഇന്ന് വരെ ചാൻസ് തരാത്തതിന്. അതുകൊണ്ട് എന്നെ പാട്ട് പാടിച്ച ഗോപി സുന്ദർ എന്ന് പറഞ്ഞ വലിയ മനുഷ്യനെ നമുക്കറിയാം, വെരി ഗ്രേറ്റ് മ്യൂസിഷ്യൻ. അത് കഴിഞ്ഞിട്ട് എന്നെ പാട്ട് പാടിച്ച എല്ലാവരെയും ഞാൻ ഓർക്കുന്നു. സാമുവിനോട് പ്രത്യേകം നന്ദി പറയുന്നു. അതിനുകൊണ്ട് ശബരീഷിനെ കൂടെ ഞാൻ നിർത്തിച്ചു. പിന്നെ ഇന്നിപ്പോൾ ഈ ഫംഗ്ഷനിൽ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിൽ സിംഗറായിട്ട് ഒരു ഫംഗ്ഷൻ ആദ്യമായിട്ട് ഒരേ ഒരാളായിട്ട് ഞാൻ നിൽക്കുന്നത് എനിക്ക് ഒരുപാട് സന്തോഷം. സാമുവിലും മണിച്ചേട്ടനും ഉണ്ട്. പിന്നെന്താ പറയുക, ഓൺലൈനിൽ OTT ഈ സിനിമ റിലീസായി കഴിഞ്ഞപ്പോൾ അതൊരു ഹ്യൂജാണ്. കാര്യം പഴയ പോലെ ഞാൻ ഓൺലൈനിൽ അങ്ങനെ ശ്രദ്ധ കൊടുക്കാറില്ല. പക്ഷെ ഭരതനാട്യത്തിൻ്റെ തിരമാലകൾ ഈ ശരിക്കും നമ്മുടെ ഫീഡിൽ വാട്സാപ്പിൽ ഒക്കെ എത്തി. അത് സത്യസന്ധമായിട്ട് ഒരു സിനിമ വെക്കാകുമ്പോഴേ ഉള്ളൂ. എന്നിട്ടാണ് ഞാൻ കാണാൻ പോയത്. കണ്ടത് ഞാൻ എനിക്ക് തോന്നുന്നു സൈചേട്ടനെ വിളിക്കുന്നതിന് മുന്നേ 2-3 നേരം വിളിച്ച് പറഞ്ഞു. രാവിലെയാണ് സൈചേട്ടനെ വിളിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സൈചേട്ടനെ വിളിക്കുന്നത്. ഞാൻ സൈനോട് പറയായിരുന്നു, എത്ര എളുപ്പത്തിലാണ് പൂജ ചത്തോതൊക്കെ ഉള്ള സീനും. അതുപോലെ തന്നെ വളരെ ഇന്ന് ആണുങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസിൽ ഒരുപാട് ഓടുന്ന ഒരു സീനാണ് അദ്ദേഹം തെങ്ങന്തോപ്പിൽ എന്ന് പറഞ്ഞ സീൻ അല്ലേ. നമ്മൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞ് പലർക്കും എത്തുന്ന ഒരു സ്റ്റേറ്റസ് ആണ്. കാലഘട്ടത്തിന്റെ ഒരു സ്റ്റേറ്റസോ സിംബലോ ഒക്കെ ആയി മാറും വാക്കുകൾ. അതുപോലെ മൊത്തം അതിൽ എടുത്തു പറയേണ്ട വേറൊരു ആക്ടർ സൈചേട്ടൻ പറഞ്ഞ ദിവ്യ എന്ന് പറഞ്ഞ ആക്ടർ. ബിയുവിന്റെ വഴിയില്ല ഞാൻ താങ്കളെ കണ്ടത്. അമേസിംഗ് പെർഫോമൻസ്. ശ്രുതി നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ. ശ്രുതി ശ്രുതി ഉണ്ടെങ്കിൽ പടം ഹിറ്റാണ് ആക്ച്വലി. തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും അതായിരുന്നു അതിന്റെ സർപ്രൈസ് പാക്കേജ്. thoroughly എൻജോയ് ചെയ്തു. ശ്രീ ചേച്ചി ഞാൻ തീർച്ചയായിട്ടും ഇപ്പം പേഴ്സണലി അറിയാവുന്ന ആളാണ്, ഓർക്കുന്നു. എല്ലാം കൊണ്ടും ഭരതനാട്യം എനിക്ക് പേഴ്സണലി ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ ഗ്രേറ്റ് വാച്ചായിരുന്നു. ഞാൻ ഭയങ്കര പ്രൗഡാണ്, സന്തോഷിക്കുന്നു ഇതിൽ എന്നെ ഭാഗമാക്കിയത്. അതിൽ തോമസ് ചേട്ടനും സൈച്ചേട്ടനും നന്ദി പറയുന്നു. ടു ദ മ്യൂസിക് ഡയറക്ടർ ആൻഡ് താങ്ക് യു ഫോർ ദാറ്റ് പേഴ്സണൽ ഗിഫ്റ്റ്. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല, അതെന്നും എനിക്ക് വാല്യൂബിൾ ആണ്. ഈ മൊമെന്റോയും വാല്യൂബിൾ ആണ്. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്.